സഭാധ്യക്ഷനായ പ്രിയപ്പെട്ട ബഹുമാന്യനായ ഗോപാൽജി, എൻ്റെ എക്കാലത്തെയും ഹീറോയായ സെൻകുമാർ സാർ, പ്രിയപ്പെട്ട രശ്മിജി, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ പൂജനീയ വ്യക്തിത്വങ്ങളെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ വളരെ പെട്ടെന്ന് ഓർക്കുന്നത്, ഒരു 3-4 മാസം മുമ്പ് വളരെ പെട്ടെന്ന് എനിക്ക് കരികത്തമ്മയുടെ അടുത്തേക്ക് ഓടി വരേണ്ടി വന്നു. കഴിഞ്ഞ നവംബർ മാസത്തിൽ നമ്മുടെ ചാനലിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു തുടങ്ങിയപ്പോൾ നമ്മൾ വിചാരിക്കാത്ത കുറേ പ്രശ്നങ്ങളുണ്ട്. തൊടുന്നതെല്ലാം പ്രശ്നങ്ങളാണ്. അപ്പോൾ ഒരാളെന്നോട് പറഞ്ഞു, വളരെ ഈ ദൈവിക കാര്യങ്ങളൊക്കെ പറയുന്ന ഒരാൾ പറഞ്ഞു, ഇത് പ്രശ്നം വഷളാകും, ഒരു കാര്യം ചെയ്യൂ, നാളെ കരിക്കകത്ത് പോകണം, നാളെ രാവിലെ തന്നെ എത്തണം കരിക്കകത്ത് പറഞ്ഞു. ഞാൻ വൈകിട്ടുള്ള വണ്ടിക്ക് എറണാകുളത്തെത്തി. വന്ദേഭാരതിന് 7 മണിക്കുള്ള എറണാകുളത്തുള്ള ട്രെയിനിൽ കയറി ഇവിടെ എത്തി. പിറ്റേന്ന് രാവിലെ കരിക്കകത്ത് എത്തി. അപ്പോൾ എന്നോട് ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട ആൾ പറഞ്ഞു, നിങ്ങൾ കരിക്കകത്ത് ചെന്നിട്ട് ഈ വഴിപാടുകൾ ചെയ്ത് ഒരു 12 മണിയാകുമ്പോൾ അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ ഇതുവരെ അനുഭവിച്ച പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടു എന്നൊരു കോള് വരും എന്ന് പറഞ്ഞു. അത്ഭുതം. ഞാൻ അമ്മയുടെ മണ്ണിൽ നിന്ന് ഒരിക്കലും കളവ് പറയില്ല. ഞാൻ തലേന്ന് വന്നു, ഇവിടെ വന്നു, കരിക്കകത്ത് ചെന്നു, എന്നോട് പറഞ്ഞു വിട്ട ആൾ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്ത് ഞാൻ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എനിക്ക് കൊച്ചിയിൽ നിന്ന് കോൾ വന്നു, എല്ലാ പ്രശ്നങ്ങളും തീർന്നിരിക്കുന്നു. അത് ഞാൻ ഇവിടെ പറഞ്ഞില്ലെങ്കിൽ അമ്മയുടെ മണ്ണിലേക്ക് അമ്മ എന്നെ വിളിച്ചുവിടെ കൊണ്ടുവന്നതാണ്. അതിനുശേഷമാണ് നമ്മുടെ വിവേകാനന്ദ സേവാസമിതിയുടെ ആളുകൾ എന്നെ കരികകത്ത് വിളിക്കുന്നു. കരികകത്തമ്മ എന്നെ ഇങ്ങനെ വിടാതെ ഇവിടെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരണമെന്ന് പറഞ്ഞത് കൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ വീണ്ടും വന്നിരിക്കുന്നു. അത് പൊങ്കാലയുടെ തലേന്ന്. അപ്പോൾ വെളിപ്പുറത്തുണ്ട് അമ്മ. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായ അമ്മയുണ്ട്. അമ്മയുടെ സവിധത്തിൽ അറിയാമല്ലോ, നമുക്ക് എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ വരുമ്പോൾ നമ്മൾ ഓടി എത്തുന്നത് അച്ഛൻ്റെ അടുത്തല്ല, അമ്മയുടെ അടുത്താണ്. അമ്മയുടെ അടുത്ത് വന്നിട്ട് നമ്മുടെ വിഷമങ്ങൾ പറഞ്ഞ്, നമ്മുടെ സങ്കടങ്ങൾ പറഞ്ഞ് പറ്റുമെങ്കിൽ അമ്മയുടെ മടിത്തട്ടിൽ നിന്ന് കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ നൊമ്പരങ്ങളും പരിഹരിക്കപ്പെടും. അതങ്ങനെയാണ്. നമ്മുടെ അമ്മ അമ്മയുടെ കാര്യമാണെങ്കിലും നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യമാണെങ്കിലും നമുക്ക് അങ്ങനെ തന്നെയാണ്. ലോകത്ത് എവിടെ പോയാലും നമുക്ക് നമ്മുടെ നാട് എന്ന് പറയുന്നത് നമ്മുടെ അമ്മയാണ്. നമ്മളിവിടെ വന്ദേമാതരം പാടിയിട്ട് അമ്മയെ ഓർമ്മിച്ച് അമ്മയെ വന്ദിച്ചുകൊണ്ടാണ് ഈ ചടങ്ങ് ആരംഭിച്ചത്. ഒരുപാട് കാലം നമുക്ക് അമ്മയെ ഓർമ്മിക്കാനും അമ്മയുടെ മഹത്വചനങ്ങൾ പാടാനും വിലക്കുണ്ടായിരുന്ന ഒരു കാലത്ത് നിന്ന് മാറി നമ്മളിപ്പോൾ നമ്മുടെ ദേശീയ ഗാനത്തിൻ്റെ പദവിയിലേക്ക് വന്ദേമാതരത്തെ കൊണ്ടുവന്ന ഒരു മഹനീയ സന്ദർഭത്തിലാണ് കരികത്തമ്മയുടെ മണ്ണിൽ ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. വലിയ സന്തോഷമുണ്ട്. അമ്മയുടെ അനുഗ്രഹമാണ് ഇങ്ങനെ ഒരു മഹനീയ വേദിയിൽ വന്ന് ഈ മഹത്തായ പുരസ്കാരം നേടാൻ കഴിഞ്ഞുവെന്ന് ഞാൻ കരുതുന്നു. ഒരുപാടൊന്നും ദൂരിപ്പിക്കുന്നില്ല. കാരണം ഒന്നാമത് കാലാവസ്ഥ നമുക്ക് അത്ര അനുകൂലമല്ല. മാത്രമല്ല ഇവിടുത്തെ ഉത്സവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കാനിരിക്കുന്നു. അതുകൊണ്ട് ഒരു പ്രസംഗം കേൾക്കാനുള്ള മൂഡിലൊന്നും ആയിരിക്കില്ല നിങ്ങളെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ പറയട്ടെ, ഉത്സവം നടക്കുകയാണ് നമ്മുടെ നാട്ടിൽ. നമ്മുടെ രാജ്യത്ത് വലിയൊരു ഉത്സവം വേറെ നടക്കുന്നുണ്ട്. അടുത്ത മാസം 9-ാം തീയതി തെരഞ്ഞെടുപ്പ് ഉത്സവം നടക്കുകയാണ്. അപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, പത്രങ്ങളൊക്കെ എഴുതും ഈ തെരഞ്ഞെടുപ്പ് ഉത്സവം വരുന്നു എന്നൊക്കെ പറയും. എന്നെ സംബന്ധിച്ച് ഞാനത് തെരഞ്ഞെടുപ്പ് ഒരു ഉത്സവമായിട്ട് കാണുന്നില്ല. കാരണം തെരഞ്ഞെടുപ്പ് ഒരു യുദ്ധമാണ്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് നമ്മളൊക്കെ ഈ നാട്ടിൽ ജീവിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ഒരു യുദ്ധത്തെ എങ്ങനെ ഉത്സവമായി വിശേഷിപ്പിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ഞാൻ പെട്ടെന്ന് ഓർക്കുന്ന ഒരൊറ്റ കാര്യം പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഒരു 2-3 വരികളെ ഞാൻ പറയുള്ളൂ. നമ്മുടെ തൊട്ടടുത്ത് സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ലോകപ്രസിദ്ധമായ ഭഗവാൻ ശ്രീ മുരുകന്റെ 6 പടവീടുകളിൽ ഒന്നായ തിരുപ്പറംകുന്றம் ക്ഷേത്രമുണ്ട്. തിരുപ്പറംകുന്றம் മലയുടെ മുകളിൽ ദേവയാനിയെ മുരുക ഭഗവാൻ വിവാഹം ചെയ്ത് തിരുപ്പറംകുന്றம் മലയുടെ മുകളിൽ വെച്ചാണെന്നാണ് ഹിന്ദുക്കളായ നമ്മൾ വിശ്വസിക്കുന്നത്. നൂറ്റാണ്ടുകളല്ല, 1000 ആണ്ടുകൾ പഴക്കമുള്ള ഒരു മഹത്തായ ക്ഷേത്രം. മുരുകന്റെ 6 പടവീടുകളിലുണ്ട്. ഇവിടെ ഇരിക്കുന്ന അമ്മമാർക്കൊക്കെ അറിയാം, കഴിഞ്ഞ കാർത്തിക കഴിഞ്ഞിട്ട് 4-5 മാസം കഷ്ടിച്ചായിട്ടുള്ളൂ. 4-5 മാസം പോലും അല്ല, 3 മാസമേ ആയിട്ടുള്ളൂ. കാർത്തിക വിളക്ക് കൊളുത്തിയിട്ടുള്ള അമ്മമാരും സഹോദരിമാരും ഒക്കെ നമ്മുടെ ചുറ്റും ഇരിപ്പുണ്ട്, നമ്മളെ കേൾക്കുന്നുണ്ട്. പക്ഷേ തമിഴ്നാട്ടിൽ ഈ കഴിഞ്ഞ തൃക്കാർത്തികയ്ക്ക് തമിഴ്നാട് സർക്കാർ മുരുകന്റെ 10 പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ കാർത്തിക ദീപം കൊളുത്തണ്ട എന്ന് പറഞ്ഞു. എന്നാലോചിച്ച് നോക്കൂ, ഒരു ഹിന്ദുവിന്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രത്തിൽ, മുരുകന്റെ ക്ഷേത്രത്തിൽ കാർത്തിക വിളക്ക് കൊളുത്തേണ്ടത് തമിഴ്നാട്ടിൽ, നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനത്തെ തമിഴ്നാട്ടിലെ സർക്കാർ ഉത്തരവിറക്കി. അവിടുത്തെ ഹിന്ദു മതവിശ്വാസികൾ, ഹിന്ദു സംഘടനകൾ, വിശ്വ ഹിന്ദു പരിഷത്തൊക്കെ കോടതിയിൽ പോയപ്പോൾ ജസ്റ്റിസ് JR സ്വാമിനാഥൻ എന്ന് പറയുന്ന ജഡ്ജി പറഞ്ഞു, ഇത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു ക്ഷേത്രമാണ്. അവിടെ തൃക്കാർത്തികയ്ക്ക് മുരുകന് വിളക്ക് കൊളുത്തിയില്ലെങ്കിൽ പിന്നെ എന്ന് വിളക്ക് കൊളുത്തും എന്ന് ചോദിച്ചു. അങ്ങനെ വിളക്ക് കൊളുത്താൻ ഹിന്ദുക്കളെ അനുവദിക്കണമെന്ന് കോടതി ഉത്തരവിട്ടു. പക്ഷേ
സർക്കാർ പറഞ്ഞു ആ കോടതി ഉത്തരവ് നടപ്പാക്കേണ്ട, വിളക്ക് കൊളുത്തണ്ട എന്ന് പറഞ്ഞു. ജില്ലാ കളക്ടർ ഹൈക്കോടതി ഉത്തരവ് പാലിക്കാതെ വിളക്ക് കൊളുത്തുന്നത് തടഞ്ഞു. വീണ്ടും അവിടുത്തെ ഹിന്ദു സംഘടനകൾ തമിഴ്നാട് മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചു. ജസ്റ്റിസ് JR സ്വാമിനാഥൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, എന്റെ ഉത്തരവ് പാലിക്കുന്നില്ല, ഹൈക്കോടതിയുടെ ഉത്തരവ് പാലിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, കേന്ദ്ര സേനയെ വിളിച്ചു കൊണ്ടുപോയി വിളക്ക് കൊളുത്താൻ പറഞ്ഞു. അങ്ങനെ കേന്ദ്ര സേനയുടെ സഹായത്തോടെ തിരുപ്പറംകുണ്ടത്ത് വിളക്ക് കൊളുത്തി. കഥ അവിടെ കഴിഞ്ഞില്ല പ്രിയപ്പെട്ടവരെ. അങ്ങനെ ഹിന്ദുവിന്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മുരുക ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 6 പടവീടുകളിൽ ഒന്നായ തിരുപ്പറംകുണ്ടത്ത് വിളക്ക് കൊളുത്താൻ വിലക്കിയ സർക്കാരിന്റെ നടപടിയെ തടഞ്ഞ ഹിന്ദുക്കൾക്ക് അത് വിളക്ക് കൊളുത്താൻ അവകാശമുണ്ട് മുരുകക്ഷേത്രത്തിൽ എന്ന് പറഞ്ഞ ജഡ്ജിയെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് 103 MP-മാർ, നമ്മുടെ കേരളത്തിലെ എല്ലാ പാർട്ടിയിലെ MP-മാർ, സുരേഷ് ഗോപി ഒഴികെ, തമിഴ്നാട്ടിലെ MP-മാർ, കോൺഗ്രസിന്റെയും, ഞാൻ രാഷ്ട്രീയ പാർട്ടികളുടെ പേര് പറയുന്നത് രാഷ്ട്രീയം പറയാനല്ല, അറിയാൻ വേണ്ടിയിട്ടാണ്, CPM-ന്റെ, CPI-യുടെ, മുസ്ലിം ലീഗിന്റെ, കോൺഗ്രസിന്റെ എല്ലാ MP-മാർ കൂടി ഈ ജഡ്ജിയെ ഇംപീച്ച് ചെയ്യണമെന്ന് ഒരു പ്രമേയം പാസ്സാക്കാൻ പാർലമെന്റിൽ അപേക്ഷ കൊടുത്തു. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നമ്മളൊക്കെ നമ്മുടെ വീട്ടിൽ വിളക്ക് കൊളുത്തുന്നുണ്ട്, നമ്മുടെ ക്ഷേത്രത്തിൽ വിളക്ക് കൊളുത്തുന്നത് കരിക്കത്തമ്മയുടെ ഉത്സവമാണ്. നാളെ ഒരു സർക്കാർ വന്നിട്ട് പറയുകയാണ് കരിക്കകത്ത് ഉത്സവം ഒന്നും വേണ്ട, വിളക്ക് കൊളുത്തണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നത് കേരളത്തിലേക്കാൾ എത്രയോ ഇരട്ടി ക്ഷേത്രങ്ങളുണ്ട് തമിഴ്നാട്ടിൽ. കേരളത്തിലുള്ളതിന്റെ 10 മടങ്ങ് ക്ഷേത്രങ്ങൾ തമിഴ്നാട്ടിലുണ്ട്. കേരളത്തിലുള്ളതിനേക്കാളും വൈകാരികമായി ഈശ്വര വിശ്വാസത്തെ ചേർത്ത് പിടിക്കുന്നവരാണ് തമിഴൻ. ശബരിമലയിൽ നമ്മുടെ ആളുകൾ പോകുന്നതിനേക്കാളും വികാര പാരവശ്യത്തോടെ ഭഗവാനെ വന്ന് കാണാൻ വരുന്നവരാണ് തമിഴൻ. അവരുടെ നാട്ടിലാണ് സർക്കാർ പറഞ്ഞത് തിരുപ്പറംകുണ്ടത്ത് മുരുകന്റെ മലയിൽ കാർത്തിക വിളക്ക് കൊളുത്തണ്ട എന്ന് സർക്കാർ ഉത്തരവിടുകയും ഹൈക്കോടതി പറഞ്ഞിട്ടും അനുവാദം നിരസിക്കുകയും ചെയ്തു. നാളെ അത് കേരളത്തിലും വരും, ഒരു സംശയമില്ല. ഇന്നലെ തമിഴ്നാടാണെങ്കിൽ നാളെ കേരളത്തിലാണ്. അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ ദയവായി നിങ്ങൾ ഉത്സവമായി കാണരുത്. തെരഞ്ഞെടുപ്പ് യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ നമ്മുടെ ക്ഷേത്രങ്ങൾ, നമ്മുടെ ആരാധനാ രീതികൾ, നമ്മുടെ വിശ്വാസങ്ങൾ ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു യുദ്ധത്തിന്റെ മുഖത്ത് നമ്മൾ നിൽക്കുകയാണ്. കേവലം 7-8 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഉത്സവമായി കണക്കാക്കരുത്. കരിക്കത്തമ്മയുടെ ഉത്സവം പോലെ കേരളത്തിലെ 100 കണക്കിന് ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾ, ആചാരങ്ങൾ എല്ലാം തുടർന്നു നടക്കണമെങ്കിൽ ഈ യുദ്ധ രംഗത്ത് നമ്മൾ ഉചിതമായ ആയുധം അടുത്ത മാസം 9-ാം തീയതി ഉചിതമായ രീതിയിൽ പ്രയോഗിക്കണം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് കരിക്കകത്ത് വിവേകാനന്ദ സേവാ സമിതി നൽകിയ ഈ സ്നേഹത്തിന്, അംഗീകാരത്തിന് നന്ദി പറയുന്നു. എല്ലാവർക്കും കരിക്കകത്തമ്മയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ. നമസ്കാരം.